പൊന്നാനിയിലേക്കാണ് ഈ ശ്രീധരൻ ഓഫീസ് തുറക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. അതിലേക്ക് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അപ്പോൾ അതിവേഗ റെയിലിനായിട്ട് ഈ ശ്രീധരന്റെ അതിവേഗ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ. അതെ, പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ പദ്ധതി ഓൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ശ്രീധരൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബജറ്റിന് ശേഷവും വ്യക്തമാക്കിയിരുന്നത്. പിന്നാലെ തന്നെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പൊന്നാനിയിൽ എന്തായാലും DMRCയുടെ നിർവഹിച്ചിരിക്കുകയാണ്. അതായത് രേഖാമുഖേന ഇത്തരത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം ഈ റിപ്പോർട്ടിന്മേലുള്ള പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വാക്കാൽ റെയിൽവേ മന്ത്രിയുടെ ഉൾപ്പെടെ ഉറപ്പ് ലഭിച്ചു, നിർദ്ദേശം ലഭിച്ചതിന് തുടർന്നാണ് ഈ ശ്രീധരൻ ഇപ്പോൾ ഇത്തരം ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നത്. അതായത് DPR തയ്യാറാക്കുക എന്നൊരു ദൗത്യമാണ് തൻ്റെ മുന്നിലുള്ളത്. മുഖ്യ ഉപദേഷ്ടാവായി തന്നെ ആ DPR തയ്യാറാക്കുന്ന ദൗത്യത്തിനായി 13.1 കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായതും ഈ ശ്രീധരൻ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഒപ്പം തന്നെ ഇത് 70% എലിവേറ്റഡ് ആയാണ് ഈ ഒരു, അതായത് തൂണിലുള്ള നിർമ്മാണവുമായും 20% തുരങ്കത്തിലും 10% പ്രതലത്തിലുമായാണ് ഇത്തരമൊരു പദ്ധതി വരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. പല ആശയക്കുഴപ്പങ്ങൾ ഇതിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു അറിയിപ്പും ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യവും നേരത്തെ പറഞ്ഞിരുന്നു. ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഈ ഒരു പദ്ധതിയിൽ വന്നിട്ടില്ല. അത് ഈ ശ്രീധരനിലൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു അതിവേഗ റെയിലിനെ കുറിച്ച് അറിയുന്നത്. അദ്ദേഹം പങ്കുവെച്ച വിവരങ്ങളും അദ്ദേഹം നൽകിയ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത്തരത്തിൽ തന്നെ ഊർജിതമായി തന്നെ ഇത്തരമൊരു പ്രവർത്തനവുമായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പൊന്നാനിയിലെ DMRCയുടെ അതിവേഗ റെയിൽ ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഊർജിതമായി തന്നെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉദ്ഘാടനവുമായി ഈ ശ്രീധരൻ പൊന്നാനിയിലെ DMRC ഓഫീസിലെത്തിയിട്ടുള്ളത്. പൂജ. അരുൺ അമൃതനാഥാണ് അവിടെ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്നലെ നടന്ന കേന്ദ്ര ബജറ്റിൽ ഈ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ശ്രീധരൻ ആ പദ്ധതിയുമായി തന്നെ മുന്നിലേക്ക് പോവുകയാണ്. പദ്ധതി ഓൺ ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഒരു പദ്ധതിക്കായിട്ടുള്ള ഓഫീസ് തുറന്നിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനം അദ്ദേഹം തന്നെ നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്തായിരിക്കും മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇതിലൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, വാക്കാലുള്ളൊരു ഉറപ്പ് ഈ ശ്രീധരന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അനുമതി ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. പക്ഷേ സംസ്ഥാനം അതിനോട് യോജിക്കുന്നില്ല. സംസ്ഥാനം മുന്നിലേക്ക് വെച്ച RRTS പദ്ധതി അതൊരു ഫലപ്രദമല്ല എന്നും അതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് എന്നുമാണ് പറയുന്നത്. അരുൺ അമൃതനാഥ് തുടരുന്നുണ്ട്. അരുൺ, നമുക്ക് ശരിക്കും വേണ്ടത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു ഉറപ്പാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബജറ്റിൽ ഇങ്ങനൊരു കാര്യം പ്രഖ്യാപിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്നാണ് ഈ ശ്രീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മാത്രമല്ല അതിവേഗ പാത കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ്, കേരളത്തിന്റെ അതിന്റെ ആവശ്യമില്ല, അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഈ പദ്ധതി ഇങ്ങനെ പോകാനുള്ള കാരണത്തിനും അത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ള വിമർശനവും കൂടി മുന്നിലേക്ക് വെക്കുകയും ചെയ്യുന്നുണ്ട്. സിൽവർ ലൈൻ വേണ്ട എന്നുള്ള കാര്യം കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല തുടങ്ങിയ പല പരാമർശങ്ങളും കഴിഞ്ഞ ദിവസം ഈ ശ്രീധരൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതിന് കാരണം തനിക്ക് വാക്കാലുള്ളൊരു ഉറപ്പുണ്ട്, അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രം ഉറപ്പ് തരും, അനുമതി നൽകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷെ അങ്ങനെ പോരല്ലോ. കൃത്യമായിട്ടുള്ളൊരു ഉറപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ആർക്കും, ജനങ്ങൾക്ക് ആർക്കും വ്യക്തതയില്ല. അതൊരു പ്രശ്നമാണ്. അതെ, അത്തരത്തിലൊരു ആശയക്കുഴപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഈ ഇത്തരത്തിലൊരു പദ്ധതി ശരി, മാധ്യമങ്ങളോടൊരു പ്രതികരണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നു. കേരളത്തിനായുള്ള അതിവേഗ റെയിൽ പദ്ധതി അത് യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾ അതിപ്പോൾ സ്വന്തം നിലയ്ക്ക് തന്നെ ഊർജിതമായി തന്നെ മെട്രോമാൻ ഇ ശ്രീധരൻ കൊണ്ടുപോവുകയാണ്.
അപ്പോൾ പദ്ധതിയുടെ ഔദ്യോഗിക ഓഫീസാണ് ഇതാ ഇപ്പോൾ മലപ്പുറം പൊന്നാനിയിൽ തുറന്നിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തതും ഈ ശ്രീധരൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേന്ദ്ര ബജറ്റിൽ ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയത് അതിലൊരു വിഷയം എന്ന് പറയുന്നത് ഈ അതിവേഗ റെയിൽ പദ്ധതിയായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല. അപ്പോൾ കേന്ദ്ര ബജറ്റിൽ ഈ പദ്ധതിയെക്കുറിച്ച് ഇല്ലായിരുന്നു. അത് പക്ഷേ തന്നെ ബാധിക്കില്ല എന്നും റെയിൽവേ മന്ത്രാലയത്തിന് അനുമതി ലഭിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം തനിക്കുണ്ട് എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം എൻ്റെ സ്റ്റാഫായിട്ട് അവരോട് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യേണ്ട ആവശ്യം എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ വലിയ ഒരു ഉപദേശം അവർക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്കൊരു ഉപദേശം ഉണ്ടാവരുത്. എന്ത് ചെയ്താലും അവർക്ക് ക്ലാശകരമായ ഒരു സാധനം ചെയ്യാറ് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി കാണണം. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയുള്ള ഒരു കൾച്ചർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ടൈം ഈസ് മണി. ഇവിടെ വേഗം പണി കഴിഞ്ഞോ പണം ജാസ്തിയാവുകയുള്ളൂ. കാരണം വേഗം പണി തീർക്കാനുള്ള എങ്ങനെ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പഴയ DPR പ്രൊപ്പൈസ് ചെയ്ത ആളാണ്. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല. ആൻഡ് ബിഗ്ഗസ്റ്റ് DPR വാസ് ഇപ്പോൾ കൊങ്കൺ റെയിൽ. അതൊക്കെ ഉണ്ടാക്കിയത് അതിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക്. പിന്നെ ഒന്നുള്ളത് ഈ ഞങ്ങളുടെ ആക്ച്വൽ ഫീൽഡ് വർക്ക് അത് ഒരു ജൂൺ 1 ആകുമ്പോഴേക്കും തീർക്കണമെന്നാണ് എൻ്റെ വിചാരം. കാരണം അവിടെ മഴ വരുമോ? നല്ല മഴ. അപ്പോൾ ഏപ്രിൽ എൻഡ് മെയ് ആയിട്ട് ഫീൽഡ് വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള ഏജൻസി ഫിക്സ് ചെയ്യും. അലൈൻമെൻറ്റ് എങ്ങനെയൊക്കെ പോകണത് അതൊക്കെ ഇന്നൊക്കെ തീർച്ചയാക്കും. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടതെന്ന് ഞാൻ തീർച്ചയാക്കുള്ളൂ. അതിന് ലിസ്റ്റ് നിങ്ങൾക്ക് തന്നില്ലല്ലോ അല്ലേ? ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടത് ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടതെന്ന് തീർച്ചയാക്കും. ഈ സ്റ്റേഷൻ എവിടെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് അത് അവർ പോയി നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് അത് എലിവേറ്ററാണോ അണ്ടർഗ്രൗണ്ടാണോ അത് നോക്കിയിട്ട് വരും. പിന്നെ സ്റ്റേഷൻ ടു സ്റ്റേഷൻ എങ്ങനെയാണ് പോകേണ്ടത് അത് ഞങ്ങൾ പ്ലാൻ ഉണ്ടാക്കും. ഉടനെ ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ടോ അത് വരച്ചിട്ടാണ് കൈകൊണ്ട് വയ്ക്കും. എന്നിട്ട് ഇവർ ഓരോരുത്തരും പോയിട്ട് അതുകൂടെ നടന്നു പോയി നാട്ടുകാരൊന്നും അറിയില്ല കേട്ടോ. അതുകൂടെ നടന്നു പോയിട്ട് അങ്ങോട്ട് മാറ്റം എങ്ങനെയാണ് തിരിച്ചടിക്ക് വരും. അത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 22 സ്റ്റേഷനാണ്. അപ്പോൾ 21 ഗ്യാപ്സാണ്. 21 ഗ്യാപ്സ് ഇങ്ങനെ നടന്നിട്ട് അത് ഫൈനൽ ചെയ്യണം. ഓരോ ഗ്യാപ്പിൽ 20 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ശരിക്കും 2 ദിവസം കൊണ്ട് കഴിയാനുള്ള പണിയുള്ളൂ അവർക്ക്. അതിന് അവർക്ക് അതിനുള്ള അഡ്വൈസ് കൊടുക്കും എന്തൊക്കെയാണ് നോക്കേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സർവേ പാർട്ടീസ് ഉള്ളിൽ വരും. സർവേ പാർട്ടീസ് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാം നാട്ടുകാരെ കയ്യിലെടുക്കുക. അവരെ ഫുൾ ട്രസ്റ്റ് ഞങ്ങൾക്ക് വേണം. അതിനുള്ള ഏർപ്പാട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും പഠിക്കില്ല. ശരിക്കും ആക്ച്വൽ സർവേ ഞങ്ങൾ മാനുവലായിട്ട് ചെയ്യാൻ പോവാം. ഇതൊന്നുമല്ല ലിഡാർ സർവേ ഒന്നുമല്ല. മാനുവലായിട്ട് ഓരോ 50 മീറ്റർ 100 മീറ്റർ ചെയ്തിട്ട് സെൻട്രൽ പില്ലേഴ്സ് മാത്രമേ പഠിക്കുള്ളൂ. അതായിരിക്കുമ്പോൾ സെൻട്രലായിട്ട് പോകണം പിള്ളേർ മാത്രമേ അടിക്കുള്ളൂ. അത് പെഗ്സ് പോയി അത് അടിച്ച് നോക്കും. എന്നിട്ടാണ് അതിന് ശേഷമാണ് ഈ ലാൻഡ് അക്വിസിഷൻ എത്രയാണ് അതിനൊരു പെഗ് അടിക്കുകയുള്ളൂ. നമ്മൾ ഈ യെല്ലോ കല്ലൊന്നും പോയി ഇടാൻ പോകുന്നത് എപ്പോൾ തട്ടാലും ഇടും. അത് കാര്യമായിട്ട് ഏതൊക്കെ ലാൻഡാണ് വരുന്നത് അത് ഏതാണ് എത്ര നിങ്ങളുടെ ലയബിലിറ്റി എത്ര ഉണ്ടാകുന്നത് റിക്വയർ ചെയ്യുകയാണെങ്കിൽ ഈ ലാൻഡ് അക്വിസിഷനും കൂടി ഞങ്ങൾ വലിയ റിജിഡായിട്ട് പോകില്ല. ഞങ്ങൾക്ക് 20 മീറ്റർ വിട്ടു പോകണം. എല്ലാവരും 20 മീറ്റർ വേണം. ഞാൻ ചില 18 മീറ്റർ ആയാലും മതി, ചില 10 മീറ്റർ ആയാലും മതിയാവും. അത് അവിടെ നാട്ടുകാരുടെ ഇതുമായിരിക്കും. ഒരാൾക്ക് വീട് ഒരു 2 മീറ്റർ സേവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീട് സേവ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ
ശരിക്കും അത് സേവിച്ച് കൊടുക്കും. ആ 2 മിനിറ്റിലുള്ള എല്ലാ വീട് പോയിക്കാൻ പറയില്ല. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറയും. അത് ഞങ്ങൾ എൻജിനീയേഴ്സ് ചെയ്യാം. അവർക്ക് അതിനുള്ള ഇതുണ്ട്, ഒരു എങ്ങനെയുണ്ടോ ചെയ്തത് അറിയാം അവർക്ക്. അപ്പോൾ ജൂൺ ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഫീൽഡ് വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഫീൽഡ് വർക്ക് മീൻസ് ടോപ്പോ സർവേ, ഫുഡ് സർവേ, അത് കഴിഞ്ഞിട്ട് ഈ സോയിൽ സർവേ, അത് ആ പണിയും ചെയ്യും. സോയിൽ സർവേക്കൊന്നും അധികം അതിനിപ്പോൾ സർവേ ചെയ്യാനൊക്കെ ഞങ്ങൾ 7, 8, 5, 6 പാർട്ടിനെ നിയമിക്കും. അല്ലെങ്കിൽ ഒപ്പം, അതുകൊണ്ട് ഡിലേ വരില്ല. അത് കഴിഞ്ഞാൽ ആ ഡാറ്റ പിന്നെ വന്നാൽ പിന്നെ ഓഫീസ് നോക്കാൻ കാര്യമായിട്ട്. ഇതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എലിവേറ്റഡ് സെക്ഷനിലോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 70% എലിവേറ്റഡ് ആയിരിക്കുന്നത്. ആ എലിവേറ്റഡ് സെക്ഷനിൽ വാട്ട് ഈസ് ദി ബെസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ റിക്വയർഡ്. അതിന് ഒന്നാമത് സ്ട്രക്ചർ ഷുഡ് ബി സ്ലീക്ക്, സ്ലിം, എസ്തെറ്റിക്. വലിയ ഹ്യൂജ് ഇതായിട്ടൊന്നും കൊണ്ടുവയ്ക്കാൻ പോകില്ല. അങ്ങനെ സ്ട്രക്ചറിന് ഞങ്ങൾ എൻഗേജ് ചെയ്തു. ഒരു പാർട്ടി എൻഗേജ് ചെയ്തു, ഒരു സ്ട്രക്ചറൽ കൺസൾട്ടൻ്റ് എൻഗേജ് ചെയ്തു. വി ബീൻ വർക്കിംഗ് വിത്ത് DMSA ഫോർ എ ലോങ് ടൈം. കൊച്ചിക്കാരനാണ് അദ്ദേഹം വന്ന് ഫസ്റ്റ് ഡിസ്കഷൻ ചെയ്തിട്ട് കഴിഞ്ഞു. അതിന് ഐഡിയസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ടിപ്പിക്കൽ എങ്ങനെ ചെയ്യേണ്ടത്, അതിൻ്റെ കോൺസെപ്റ്റിലാവും, അതൊക്കെ ഉണ്ടാക്കും. അതൊക്കെ 10-15 ദിവസത്തിനുള്ളിൽ റെഡിയാവും. പിന്നെ ഈ ജിയോ ടെക്നിക്കൽ സർവേ വന്നതിന് ശേഷം അപ്പോൾ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ മുന്നിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ആ ഓഫീസ് തുറന്നിട്ടുണ്ട്. ശരിക്കും ഇതിൽ കേന്ദ്രമോ സംസ്ഥാനമോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഉറപ്പും നൽകിയിട്ടില്ല. അതിൻ്റെ സംശയങ്ങൾ, പല തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നിട്ടും ആ പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോവുകയാണ്. ആ ഒരു ഊർജ്ജം അത് ശരിക്കും സമ്മതിക്കണം. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് സംസാരിക്കുമ്പോഴും അറിയാം, അത്രയും പ്രായമുണ്ട്. എനിക്ക് തോന്നുന്നു 93 വയസ്സോ 92, 93 വയസ്സോ മറ്റോ ആണ്. ക്ലിയർ ആയിട്ട് എന്താണ് ഇതിൽ നടപ്പിലാക്കേണ്ടത്, അനുമതി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, എന്താണ് ഈ പദ്ധതി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നടപ്പാക്കേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഇപ്പോൾ മുന്നിലേക്ക് പറയുന്നുണ്ടായിരുന്നു. ഇന്ന സ്റ്റേഷനുകൾ ഇന്ന സ്ഥലത്ത് നോക്കിയിട്ട് ആദ്യം ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. എവിടെയെല്ലാമാണ് സ്റ്റേഷൻ വേണ്ടത്, എങ്ങനെയാണ്, എലവേറ്റഡ് ആണോ അണ്ടർഗ്രൗണ്ട് ആണോ, അതെല്ലാം തന്നെ ഇങ്ങനെ ഇപ്പോൾ മാധ്യമങ്ങളോട് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഒരു ഉറപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ അവ്യക്തതയുണ്ട്. വാക്കാൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ജനുവരി 16 നടന്ന ചർച്ച ഫലപ്രദമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നമുക്ക് മുന്നിലേക്ക് കൃത്യമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമാണ്. പക്ഷേ ആ പദ്ധതി എങ്ങനെയായിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ അതിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോ ഘട്ടത്തിലൂടെയും ഇ ശ്രീധരൻ സ്വന്തം നിലയിൽ തന്നെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ ഓഫീസ് തുറന്നിരിക്കുന്നത്. ആ പ്രവർത്തനവുമായിട്ട് മുന്നിലേക്ക് പോവുകയാണ്.